ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. കൃഷ്ണായനം കഥ കേൾക്കാം. സർവചരാചരങ്ങളുടെയും അന്തര്യാമിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥ കേൾക്കാം. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി സന്താന ഗോപാലം എന്ന ഭാഗമാണ് കേൾപ്പിച്ചിരുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ അതിൻ്റെ അവസാന ഭാഗവും കൂടി കേൾപ്പിക്കുന്നതാണ്. നമ്മുടെ ചാനലിലേക്ക് ആദ്യമായി എത്തുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കേൾക്കുക. കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ്, പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സന്താന ഗോപാലം തുടർച്ച. ഭൂസുരൻ്റെ വാക്കുകൾ കേട്ട് ജാള്യതയോടെ ഇന്ദ്രപുത്രൻ പറഞ്ഞു, വിപ്രശ്രേഷ്ഠ, അങ്ങ് സംശയിക്കേണ്ട. സത്യം പാലിക്കുന്നതിൽ പാർത്ഥൻ വ്യർത്ഥത കാണിക്കുകയില്ല. അതിനു മുൻപ് യമലോകത്ത് പോയി അങ്ങയുടെ ഉണ്ണി അവിടെയുണ്ടോ എന്ന് എനിക്ക് അന്വേഷിച്ച് വരുവാനുള്ള സമയം തരണം. ഓഹോ, അങ്ങനെയാവാം. അത് കഴിഞ്ഞ് വന്ന് പന്തയം പാലിക്കണം. വിജയൻ നിസ്സംഗനായി. വിപ്രൻ്റെ അനുവാദത്തോടെ കിരീടി യമലോകത്തിലെത്തി. യമധർമ്മൻ ധർമ്മജൻ്റെ അനുജനായ അർജുനനെ സൽക്കരിച്ചു. വന്ന കാര്യം അന്വേഷിച്ചു. പാർത്ഥൻ ബ്രാഹ്മണൻ്റെ മകൻ നഷ്ടമായ കാര്യം വിശദീകരിച്ചു. യമൻ പറഞ്ഞു, മകനെ, അങ്ങനെയൊരു കുഞ്ഞ് ഇവിടെ വന്നതായി കാണുന്നില്ല. പിന്നെ അഗ്രസന്ധാനി ഒന്ന് പരിശോധിക്കട്ടെ. യമലോകത്ത് മരിച്ചെത്തുന്ന ജീവികളുടെ വിവരം സൂക്ഷിക്കുന്ന ആ പുസ്തകം ക്ഷണത്തിൽ കൊണ്ടുവന്നു. യമൻ എല്ലാം പരിശോധിച്ചു. അടുത്ത കാലത്തെങ്ങും ബ്രാഹ്മണ ശിശുക്കൾ അവിടെ എത്തിയതായി കണക്കിലില്ല. യമധർമ്മൻ്റെ അനുജ്ഞയും വാങ്ങി അർജുനൻ ദേവലോകത്ത് ചെന്നു. അവിടെയും അന്വേഷിച്ചു. ദിക്പാലകരുടെ രാജ്യങ്ങളിലും അന്വേഷണം തുടർന്നു. അവിടെ എങ്ങും ഒരു ബ്രാഹ്മണ ശിശു എത്തിയതായി ആരും പറഞ്ഞു കേട്ടില്ല. ഹതാശനായ അർജുനൻ ശലഭം പോലെ അഗ്നിയിൽ പതിക്കുവാൻ തീരുമാനിച്ച് ബ്രാഹ്മണ സവിധത്തിലെത്തി. ബ്രാഹ്മണൻ പറഞ്ഞു, തീർന്നില്ലേ നിന്റെ അഹങ്കാരം? വരൂ, സത്യം പരിപാലിക്കൂ, വേഗമാകട്ടെ. അഗ്നികുണ്ഡം തയ്യാറാക്കി ഭൂസുരൻ കാത്തു നിൽക്കുകയായിരുന്നു. അർജുനൻ മൗനിയായി. തലകുനിച്ച് അഗ്നിയെ വന്ദിച്ചു. ഗാണ്ഡീവധാരിയായി കുളിച്ചീറനായി പാർത്ഥൻ അഗ്നികുണ്ഡത്തിനടുത്തെത്തി. അനേകം ആളുകൾ അർജുനൻ്റെ അഗ്നിപ്രവേശം കാണുവാൻ എത്തിയിരുന്നു. വേഗമാവട്ടെ, സത്യം പാലിക്കൂ, കടുത്ത വാശിയോടെ ബ്രാഹ്മണൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അർജുനൻ അഗ്നിയെ വലം വെച്ചു. 3ാമത്തെ വലയം വന്നപ്പോൾ പെട്ടെന്ന് പൊട്ടി വീഴും പോലെ ദാരുകൻ്റെ തേര് വന്നു നിന്നു. കേശവൻ ഓടി വന്ന് അർജുനൻ്റെ കരത്തിൽ കടന്നു പിടിച്ചു. കേശവൻ തെല്ല് ദേഷ്യത്തോടെ ചോദിച്ചു, എന്താണ് നീ കാണിക്കുന്നത്? അഹങ്കാരിയായ ഒരു ബ്രാഹ്മണനു വേണ്ടി നീ അഗ്നിയിൽ ചാടുകയോ? പാപിയാണ് ഈ ബ്രാഹ്മണൻ. ഇവൻ്റെ 9 സന്താനങ്ങൾ മരിച്ചില്ലേ? കുട്ടികൾ മരിച്ചിട്ടും ആരെങ്കിലും ഇവനെ ആശ്വസിപ്പിക്കുവാൻ പോകുമായിരുന്നോ? ഇല്ല. അഹങ്കാരം വാക്കിലും പ്രവൃത്തിയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരുവനാണ് ഈ ഭൂസുരൻ. ചണ്ടാല ഭാവമാണ് കാണിക്കുന്നതെല്ലാം. ബ്രാഹ്മണൻ്റെ പുണ്യക്കുറവ് കൊണ്ടാണ് ആ കുട്ടികളെല്ലാം മരിച്ചത്. വരൂ, നമുക്ക് മറ്റൊരു സ്ഥലം വരെ പോയി വരാം. തൽക്കാലം അഗ്നി ഭൂസുരൻ്റെ തണുപ്പ് മാറ്റട്ടെ. കേശവൻ അർജുനനെ തേരിൽ പിടിച്ച് കയറ്റി. രഥം പശ്ചിമ ദിക്കിലേക്ക് പ്രയാണം ചെയ്തു. അഗ്നികുണ്ഡത്തിന് ചുറ്റും നിന്നവരെല്ലാം അതിശയിച്ചു. ബ്രാഹ്മണൻ നിശബ്ദനായി നിന്നു.
എന്താണ് സംഭവിച്ചതെന്ന് വേർതിരിച്ചറിയുവാൻ ഇട നൽകും മുമ്പ് അർജുനനും മാധവനും മറഞ്ഞു കഴിഞ്ഞിരുന്നു. കേശവനും പാർത്ഥനും കയറിയിരുന്ന രഥം പെട്ടെന്ന് വിമാനരൂപം പൂണ്ടു. അത് വായുവിനെ ഭേദിച്ച് അന്തരീക്ഷത്തിലേക്ക് കുതിച്ചു. മേഘമാലകൾക്ക് മുകളിലൂടെ സ്യന്ദനം അതിവേഗം പാഞ്ഞുപോയി. സസ്യശ്യാമളമായ ഭൂമി നീല കോരിയൊഴിച്ച പട്ടാമ്പരം മൂടി ഉറങ്ങുന്നതുപോലെ കിടന്നു. ഇടയിൽ പട്ടുവസ്ത്രത്തിൻ്റെ വെള്ളിക്കസവ് പോലെ നദികൾ ശോഭിച്ചു. ഭൂമിയുടെ സ്തനതടങ്ങൾ പോലെ പർവ്വതങ്ങൾ എഴുന്നു നിന്നു. സാനുപ്രദേശങ്ങൾ ആലില പോലെയുള്ള അടിവയറിൻ്റെ കാന്തി വഹിച്ചു. പെട്ടെന്ന് രഥം ഇരുണ്ട ഒരു ലോകത്ത് പ്രവേശിച്ചു. കഠിനമായ തമസ് രഥത്തെ പൊതിഞ്ഞു. ദിക്കറിയാതെ പാർത്ഥൻ ഉഴന്നു. ശ്വാസത്തിന് തടസ്സം നേരിട്ടു. അല്പസമയമേ വേണ്ടി വന്നുള്ളൂ ആ തമോ പ്രദേശം കടന്നു പോകുവാൻ. പെട്ടെന്ന് രഥം സുഖശീതളമായ ഒരു ലോകത്തിലേക്ക് കടന്നു. അർജുനന് ഒരു കാര്യം ബോധ്യമായി. ഭൂമണ്ഡലം അവസാനിക്കുന്നിടത്ത് തമസ് ആരംഭിക്കുന്നു. അവിടം കടക്കുന്നതിന് മരണം എന്ന് പറയുന്നു. ഈ ഇരുണ്ട ലോകത്തിലൂടെ ജീവൻ കടന്ന് സമശീതോഷ്ണ സുഖസന്ദായകമായ പ്രദേശത്ത് എത്തുന്നു. അവിടെ എത്തിയാൽ തിരികെ പോകണമെന്ന ആഗ്രഹം ജീവൻ ഉത്ഭവിക്കുകയില്ല. ഈ വേർപാട് അനന്തമായി നിൽക്കുന്നു. അർജുനൻ്റെ ചിന്ത പെട്ടെന്ന് മുറിഞ്ഞു. രഥം ലോകാലോക ശൈലത്തിലെത്തി. ആ ലോകം ഭൂമണ്ഡലമടക്കമുള്ള ബ്രഹ്മാണ്ടത്തിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ബ്രഹ്മാണ്ടമാണ്. ആ ലോകത്തിലും ഭൂമണ്ഡലവും മറ്റു ലോകങ്ങളും ജീവികളും ഇതുപോലെ വസിക്കുന്നു. അനേകം സമുദ്രങ്ങളും പർവ്വതങ്ങളും സമതലങ്ങളും അവിടെയും പാർത്ഥൻ കണ്ടു. പിങ്കള രൂപത്തിലുള്ള ജീവജാലങ്ങളാണ് അവിടെ ഏറെയും. അവരുടെ രൂപഭംഗിയും പ്രകൃതവും പാർത്ഥൻ ഇഷ്ടപ്പെട്ടു. നിലം തൊട്ട് കിടക്കുന്ന മുടി സ്ത്രീയും പുരുഷനും ഓമനിക്കുന്നു. ശരീരാവയവങ്ങൾ ഈ ബ്രഹ്മാണ്ടത്തിലുള്ളതുപോലെ തന്നെയാണ് അവിടെയും. ജന്തുക്കളെ വാഹനങ്ങളാക്കിയിരിക്കുന്ന പ്രകൃതം അവിടെയുമുണ്ട്. പെട്ടെന്ന് രഥം കൂരിരുട്ടിൽ പ്രവേശിച്ചു. കേശവൻ്റെ കൽപ്പനയനുസരിച്ച് ആ ബ്രഹ്മാണ്ടവും കടന്ന് രഥം പോവുകയാണെന്ന് പാർത്ഥന് ബോധ്യമായി. കഠിനമായ ഇരുട്ട് അർജുനന് അസഹ്യമായി. കേശവനോട് ആ വിവരം പാർത്ഥൻ പറഞ്ഞു. കേശവൻ പറഞ്ഞു, അർജുന, ഈ തമസ് പെട്ടെന്ന് മാറുകയില്ല. ഇത് ഇരുട്ട് എന്ന് തോന്നുകയാണ്. യഥാർത്ഥത്തിൽ ഈ നിറം പ്രകൃതിയുടെ സ്ഥായീ നിറമാണ്. മനുഷ്യനാണ് നീ. ഈ നിറമേ നിന്റെ ഇന്ദ്രിയത്തിന് വേർതിരിച്ചറിയുവാനാവുകയുള്ളൂ. ഇതിനപ്പുറം ഈ നിറം തന്നെയും നഷ്ടമാകുന്ന ഒരവസ്ഥയുണ്ട്. നിറമില്ലാത്ത അവസ്ഥ. ഒരു നിറവും മണവും ഭാവവുമില്ലാത്ത സ്ഥലരൂപം. പക്ഷേ നിന്റെ കോശസ്ഥിതമായ ഇന്ദ്രിയത്തിന് അത് വ്യവച്ഛേദിക്കുവാനാവില്ല. അതുകൊണ്ട് കറുപ്പായി അനുഭവപ്പെടും. എന്നാൽ അർജുന, ആ ഇന്ദ്രിയങ്ങളെയും യമനിയമം കൊണ്ട് മനുഷ്യന് കടക്കുവാൻ കഴിയും. നിന്റെ കോശസ്ഥിതമായ ഇന്ദ്രിയത്തെ ഞാൻ ഭേദിക്കുകയാണ്. കണ്ണുകൾ അടച്ചു വയ്ക്കുക. ഞാൻ പറയുമ്പോൾ വളരെ സാവധാനം അക്ഷികൾ തുറക്കണം. ഇല്ലെങ്കിൽ അത്ഭുതകരമായ പ്രകാശത്തിൽ മാംസചക്ഷുസ്സുകൾ നിശ്ചലങ്ങളാകും. ഇങ്ങനെ പറഞ്ഞ കേശവൻ അർജുനനെ തൊട്ടു. പെട്ടെന്ന് കണ്ണുകളിൽ നിന്നും പാട പോലെ ഏതോ കൊഴിഞ്ഞു വീഴുന്നതായി പാർത്ഥന് തോന്നി. കേശവൻ പറഞ്ഞു, അർജുന, വളരെ സാവധാനം അക്ഷികൾ തുറന്നുകൊള്ളൂ. വളരെ പതുക്കെ വേണം. മാധവൻ്റെ വാക്കനുസരിച്ച് വളരെ വളരെ സാവധാനം അർജുനൻ കണ്ണുകൾ തുറന്നു. മുമ്പിലെ കാഴ്ചകൾ കണ്ട് അർജുനൻ വിസ്മയാധീനനായി. അഭൗമമായ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന പ്രദേശങ്ങൾ, സൂര്യസന്നിഭരായ മഹർഷികൾ, സൗന്ദര്യം തുളുമ്പുന്ന സ്ത്രീജനങ്ങൾ. രഥം തറയിലൂടെ ഓടുകയാണ്. സൗമ്യകാന്തി ചിന്തുന്ന പുഷ്പങ്ങൾ. രഥമാർഗത്തിനിരുവശത്തും ലാവണ്യം ഒഴുകുന്ന കാഴ്ച അർജുനന് ആഹ്ലാദം പകർന്നു.
മാധവൻ പറഞ്ഞു. അർജുന, നാം ഇപ്പോൾ വിഷ്ണു ലോകത്തിലാണ്. ക്ഷീരസാഗര മധ്യത്തിലുള്ള വൈകുണ്ഠ നഗരത്തിലാണ് രഥം എത്തിയിരിക്കുന്നത്. ഇവിടെ വരുന്നവർക്ക് മരണമില്ല, ജനനവുമില്ല. അവർ ആഹ്ലാദത്തോടെ വസിക്കുന്നു. നമ്മൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് നിനക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ടാവും. സംശയിക്കേണ്ട, ബ്രാഹ്മണ ശിശുക്കളെ അന്വേഷിച്ചു തന്നെ. കേശവനും വിജയനും തേരിൽ നിന്നും വൈകുണ്ഠത്തിലിറങ്ങി. പാലാഴിയുടെ അലകളിൽ നിന്നുതിരുന്ന സൗമ്യ സുഗന്ധവാഹിയായ മന്ദമാരുതൻ അവരെ തലോടി. വരചന്ദനത്തിൻ്റെ കുളിരുമായി ഇളം കാറ്റ് വൈകുണ്ഠത്തിൽ തത്തിക്കളിച്ചു. ആഹ്ലാദം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ അർജുനന് മറ്റൊന്നും ഓർക്കുവാൻ കഴിഞ്ഞില്ല. പേര് പറയുവാനാവാത്ത ഒരു രസം ഹൃദയത്തിൽ തത്തി നിന്നു. കേശവനും വിജയനും വൈകുണ്ഠനാഥൻ്റെ സൗവർണ ഗോപുരത്തിലെത്തി. സഹസ്രദിനകരന്മാർ കത്തിജ്വലിക്കും പോലെ അഭൗമ ദീപ്തി ചൊരിയുന്ന വൈകുണ്ഠനാഥൻ കേശവനെയും വിജയനെയും ഗോപുരദ്വാരത്തിൽ വെച്ച് സ്വീകരിച്ചു. സുവർണ പീഠം നൽകി ആദരിച്ച് ഇരുത്തിയ ശേഷം നാരായണൻ പറഞ്ഞു. ഗോലോകപതേ, ഞങ്ങൾക്കെല്ലാം കാരണഭൂതനാണ് അങ്ങ്. സാധാരണ അവതാരങ്ങൾ എൻ്റെ ധർമ്മമാണെങ്കിൽ ഇത്തവണ അങ്ങ് തന്നെയാണ് സമ്പൂർണ്ണ മനുഷ്യനായി അവതരിച്ചത്. ഒരു പൂർണ്ണ മനുഷ്യനെ കാണുവാനുള്ള അഭിവാഞ്ച എന്നിൽ വളർന്നു. അങ്ങയുടെ ആയുധരൂപനായ വിജയനെ ആ രൂപത്തിൽ കാണണമെന്നും ആഗ്രഹം ജനിച്ചു. അതുകൊണ്ടാണ് ഭൂസുരൻ്റെ സന്താനങ്ങളെ ഞാൻ കൊണ്ടുപോന്നത്. അഹങ്കാരിയാണ് ആ ബ്രാഹ്മണൻ. വിജയനിലും അല്പം അഹങ്കാരം വളർന്നു. അതും അവസാനിപ്പിക്കേണ്ടതാണെന്ന് കരുതി. നിങ്ങളെ നേരിട്ട് കാണുവാനും വിജയൻ്റെ മനസ്സിൽ പൊന്തിയ മതത്തിൻ്റെ മുള നുള്ളുന്നതിനും വേണ്ടിയാണ് ഞാൻ വിപ്രസന്താനങ്ങളെ കൊണ്ടുപോകുന്നത്. അവരെ കൊണ്ടുപോയിക്കൊള്ളുക ഗോപതേ. ഇനി ഭൂമിയിലെ കണക്കനുസരിച്ച് 6 വത്സരം കൂടിയേ അങ്ങയ്ക്ക് അവതാര നിയോഗം ഉള്ളുവല്ലോ. ഉടനെ അതങ്ങ് അവസാനിക്കും. മറ്റൊരു യുഗം പിറക്കുകയും ചെയ്യും. നാരായണൻ്റെ വാക്കുകൾ കേശവനിൽ ആനന്ദം ജനിപ്പിച്ചു. അവർ ആലിംഗനബദ്ധരായി. ഭൂമിയിലേക്ക് പോകുവാൻ കേശവൻ വിട ചോദിച്ചു. വിപ്രൻ്റെ സന്താനങ്ങളുമൊത്ത് കേശവനും മാധവനും ബ്രാഹ്മണ ഭവനത്തിലെത്തി. കേശവൻ ഭൂസുരനെ വിളിച്ചു. സന്താനങ്ങളെ കണ്ടപ്പോൾ അത്ഭുതം കൊണ്ട് ബ്രാഹ്മണൻ അന്യഥാചിത്ത വൃത്തിയായി നിന്നു. ബ്രാഹ്മണനോട് മാധവൻ പറഞ്ഞു. ഹേ ബ്രാഹ്മണ, നിന്റെ അഹങ്കാരമാണ് ഇതിനെല്ലാം കാരണം. അഹങ്കാരം സ്വഭാവത്തെ കെടുത്തും, മനസ്സിനെ തകർക്കും, ആനന്ദം കളയും. തനിക്ക് മാത്രമല്ല, തന്നെ ആശ്രയിക്കുന്നവർക്കും അഹങ്കാരി ദോഷം തന്നെ വരുത്തും. ഇതാ നിന്റെ സന്താനങ്ങൾ. ഇനിയെങ്കിലും സൗമ്യനും നിരഹങ്കാരിയുമായി ജീവിക്കുക, നന്മ വരും. ഭൂസുരൻ കേശവൻ്റെ പാദത്തിൽ നമസ്കരിച്ചു. അഹങ്കാരം കളഞ്ഞ് ആനന്ദചിത്തനായി വസിച്ചു. ഇതോടുകൂടി സന്താനഗോപാലം എന്ന ഭാഗവും അവസാനിച്ചിരിക്കുന്നു. അടുത്ത ദിവസം ഹിമതടത്തിൽ അഗ്നിപ്രളയത്തിൽ എന്ന ഭാഗം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. കുറേ പേർ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ആരും ഒന്ന് ലൈക്ക് ചെയ്യുന്നില്ല. എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യൂ പ്ലീസ്. താങ്ക് യു ഫോർ വാച്ചിങ്.